ഈ ഒരു സീസണിൽ ട്രാൻസ്ഫർ വിൻഡോ തുറന്നപ്പോൾ തന്നെ നമ്മൾ നോക്കുന്നൊരു കാര്യം ബാർസലോണയുടെ സൈനിങ് ആണ്. കാരണം ബാർസലോണ കണ്ടറിഞ്ഞ് സൈനിങ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ഇടുന്നുണ്ട്. അങ്ങനെയാണ് റാഷ്ഫോർഡിൻ്റെ സൈനിങ് വരുന്നത്. അതേ ഒരു സ്ട്രൈക്കറാണ്. അപ്പോൾ ഈ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ഒരു ഫോർവേഡ് നിരയിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരുന്നു. അപ്പോഴേക്ക് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇനി സൈനിങ് നടക്കൂലേ, അല്ലെങ്കിൽ ഇനി എന്താണ് സൈനിങ് നടക്കുക, എങ്ങനെയാണ് ബാർസലോണ ഇത്തവണ ഇവരുടെ ഡിഫൻസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ബാൽഡെ, കൂണ്ടെ, അതുപോലെ തന്നെ മാർട്ടിനസ്, അറോഹോ, ക്രിസ്ത്യൻസൻ, എറിക് ഗാർഷ്യ, നമ്മുടെ അതുപോലെ കുബാർസി, ഇങ്ങനെയുള്ള താരങ്ങളാണ് ഇവരുടെ ഡിഫൻസ് ലൈനിലുള്ളത്. പക്ഷേ വെൽ ഡിഫൻസാണ്. ബട്ട് ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ പലർക്കും ഇഞ്ചുറീസ് ഉണ്ട്, പലർക്കും സസ്പെൻഷൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യം, ഉറപ്പായിട്ടുള്ള രണ്ട് താരങ്ങൾ ഇനിഗോ മാർട്ടിനസും അതുപോലെ തന്നെ പൗൾ കുബാർസിയാണ്. ഈ രണ്ട് താരങ്ങളെ മാത്രം കണ്ണിൽ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഫ്ലിക്ക് ഈ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഡിഫൻസിലേക്ക് പുതിയ താരങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. എന്തായാലും ഇനിഗോ മാർട്ടിനസും അതുപോലെ തന്നെ നമ്മുടെ പൗൾ കുബാർസിയും എടുത്തു പറയേണ്ട രണ്ട് പേരുകളാണ് ബാർസലോണ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ആകെ ടോട്ടൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ ഫ്ലിക്കിൻ്റെ ആ ഒരു തന്ത്രം എങ്ങനെ പോകുന്നുണ്ടെന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കുക. ഒരു 18-കാരൻ്റെ കയ്യിലാണ് ആ താക്കോല് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാ. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു ഡിഫൻസ് നിരയാണ് ബാർസലോണയുടെ ഡിഫൻസ് നിര എന്ന് പറയുന്നത്. പുയോള്, പിക്കോ, മഷറാനോ, ഡാനി ആൽവസ്, അങ്ങനെ ഒരുപാട് റിയൽ മാഡ്രിഡിനെ തുരങ്കത്തിലായെത്തിയിട്ടുള്ള ഡിഫൻസ് നിര. ബാക്കിയുള്ള ലോക ഫുട്ബോളിൻ്റെ വമ്പൻ നിരകളെയൊക്കെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഡിഫൻസ് നിര ഉണ്ടായിരുന്ന ഒരു ക്ലബ്ബാണ് നമ്മുടെ ബാർസലോണ എന്ന് പറയുന്നത്. ഈ അങ്ങനെയുള്ള ഒരു ക്ലബിലേക്ക് ഈ രണ്ട് പേരാണ് ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാൽഡെ ആയാലും അല്ലെങ്കിൽ കൂണ്ടെ ആയാലും അറോഹുനെ ആയാലും എല്ലാവരെയും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ട് കഴിഞ്ഞ സീസണിൽ ഞാൻ കണ്ടിട്ടുള്ള രണ്ട് ഡിഫൻഡേഴ്സാണ്, ബാർസലോണയുടെ നെടുന്തൂണായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള രണ്ട് ഡിഫൻഡേഴ്സാണ് കുബാർസിയും ഇനിഗോ മാർട്ടിനസും എന്ന് പറയുന്ന രണ്ട് താരങ്ങൾ. എന്തിനു പറയണം, കഴിഞ്ഞ ഒരു സീസണിൽ ബാർസലോണ തിരിച്ചു വന്നൊരു സീസണാണ്. ബാർസലോണ ആരാധകർക്ക് പ്രതീക്ഷ നൽകിയിട്ടുള്ള സീസണാണ്. ഒരു പഴയ ബാർസയുടെ ആ ഒരു ഫാൻ ബേസിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള കളിശൈലികളാണ് കഴിഞ്ഞ സീസണിൽ ബാർസലോണ പുറത്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സീസണിൽ പൗൾ കുബാർസിയും ഇനിഗോ മാർട്ടിനസും കാണിച്ചിട്ടുള്ള ആ ഒരു ഡിഫൻസ് ഗെയിം ഉണ്ടല്ലോ, എൻ്റെ മച്ച, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോര വീണാലും പതറാത്തൊരു പോരാട്ട വീര്യം കാണിച്ചു തരുന്ന 18-കാരൻ പയ്യൻ എന്ന് വേണം പറയാൻ കുബാർസിയെ കുറിച്ചിട്ട്. ഇനിഗോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം 34 വയസ്സുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ അവർ പടുത്തുയർത്തുന്ന ആ ഒരു ഡിഫൻസ് നിര, ആ ഒരു ഡിഫൻസ് ഗെയിം ഉണ്ടല്ലോ, അത് പലരും ഭയന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ബാർസയുടെ ഡിഫൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ബാർസയുടെ ബിൽഡപ്പ് കാണുമ്പോൾ ഡിഫൻസിൻ്റെ ആ ഒരു നിരയിലേക്കാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. വല്ലാത്തൊരു ഭംഗിയാണ് ഓരോ ബിൽഡപ്പിനും ബാർസലോണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുബാർസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വയസ്സിലും വലിയ കളിശൈലിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുള്ളത്. മറ്റുള്ള താരങ്ങളുമായി മറികടക്കുന്ന ശൈലിയുണ്ട്. അതല്ലെങ്കിൽ സ്വന്തം താരങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന, ഇപ്പോൾ ഇനിഗോ മാർട്ടിനസിന് 34 വയസ്സുണ്ട്, അല്ലെങ്കിൽ ബാൽഡയ്ക്ക് കുറച്ച് വയസ്സുണ്ട്, അറോഹുന് വയസ്സുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ താരങ്ങളുമായിട്ട് കുബാർസി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു ശൈലിയുണ്ട്. അതായത് ബാർസലോണയുടെ ഡിഫൻസ് നിലനിൽക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷനിലാണെന്ന് പറയേണ്ടി വരും. ഇതാണ് ശരിക്കും ഒരു ഡിഫൻസിന് വേണ്ടത്. അതായത് എത്ര വയസ്സ് താഴ്ന്ന ആൾക്കാരായാലും മുതിർന്ന ആൾക്കാരായാലും അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് നല്ലോണം ഇവിടെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ 18 വയസ്സുകാരനായിട്ടുള്ള പയ്യനെ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെച്യൂരിറ്റിയും ആ ഒരു കോൺഫിഡൻസുമാണ്. ഇപ്പോൾ എയറിൽ നിന്നൊക്കെ ബോൾ വരാറുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻസോട് കൂടി ഹെഡ് ചെയ്ത് അകറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. സെറ്റ് പീസുകൾക്കൊക്കെ മുമ്പിൽ എത്ര മനോഹരമായിട്ടാണ് കുബാർസിയൊക്കെ സ്ട്രോങ്ങിൽ നിൽക്കുന്നത്. ടൈമിംഗ് ആയിട്ടുള്ള ഹെഡർ വരലുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന്, ക്ലീൻ ആയിട്ടുള്ള ടാക്ലിങ് വരലുണ്ട്. ഈ ടാക്ലിങ്ങിൽ എടുത്ത് പറയാനുള്ളത്, ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഫൗളായി മാറും, അത് പെനാൽറ്റി ആവും, ഫ്രീ കിക്ക് ആവും. പക്ഷേ റയറായിട്ടാണ് കുബാർസിയുടെ കാലിൽ നിന്നും ഫൗളുകൾ വരുന്നത്, ടാക്ലിങ്ങിൽ നമ്മൾ കാണാറുള്ളത്. മാർട്ടിനസ് ഇതുപോലെ തന്നെ വളരെ വലിയൊരു വോളായിട്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് ബാർസലോണയിൽ ഇപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കവറായിട്ട് നിന്ന് ആ ഒരു ക്രോസ് ബാറിൻ്റെ കീഴിൽ ഗോൾ കീപ്പറിന് മുമ്പിലായിട്ട് ഇങ്ങനെ അടിപതറാതെ നിൽക്കുന്ന ഒരു ഡിഫൻഡറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാർസ ഏതായാലും ഏറ്റുപാടാൻ പോകുന്ന രണ്ട് പേരുകളായിരിക്കും പൗൾ കുബാർസി ആൻഡ് ഇനിഗോ മാർട്ടിനസ് എന്ന് പറയുന്നത്.